സാബു ചേട്ടനും ശ്വേത ചേച്ചിയും ചലഞ്ചറായിട്ടല്ല കയറിയിരിക്കുന്നത്, ഗസ്റ്റായിട്ടാണ് കയറിയിരിക്കുന്നത്. 2 days ഹാർഡ്ലി അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. കഴിഞ്ഞ സീസൺ എന്ന് പറയാൻ പറ്റത്തില്ല, സീസൺ 1 നമ്മുടെ അവിടെ ഒരു ഫൈറ്റർ, ബോൾഡ് ആറ്റിറ്റ്യൂഡ്, അത് അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവരുടെ റിയൽ ലൈഫിലും തന്നെ. സോ ഇപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസിനോട് അടുപ്പിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ശ്വേത മേനോൻ. അപ്പോൾ ഇത്തവണ ശ്വേത ചേച്ചിയുടെ എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് ആയിട്ടാണുള്ള എൻട്രിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വെറുതെ അല്ല, ആളൊരു ഡയമണ്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് ആ ഡയമണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്. ഈ ഡയമണ്ടിൽ സാബു ചേട്ടന് കോയിൻസ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ കോയിൻസ് കൊടുത്ത രീതിയിൽ ഓക്കെ, അത് അത്ര വലിയ വിഷയം വരുന്നില്ല, എല്ലാവർക്കും കോയിൻ കൊടുക്കാം. പക്ഷെ ഇതൊരു ഒറ്റ ഡയമണ്ട് ഉള്ളൂ, ഒരാൾക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചൊറിയാൻ ചലഞ്ചർ അല്ലെങ്കിൽ പോലും അത്യാവശ്യം ചൊറിച്ചിൽ അതിനകത്ത് വരും. കാരണം ആള് അങ്ങനെ എന്തും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്ന കൂട്ടത്തിലാണ്, ഇൻ എ ഗുഡ് വേ. ഓക്കെ, അപ്പോൾ ഈ ഡയമണ്ട് വന്നിട്ട് ലൈക്ക് ചിലപ്പോൾ ഡയറക്റ്റ് എവിക്ഷൻ ആവാം, അല്ലെങ്കിൽ വാക്കുകൂടെ പോരുന്നാവാം, അല്ലെങ്കിൽ 2 ദിവസത്തേക്കിനോ എവിക്ഷനിലേക്ക് വരില്ലെന്നോ സേഫ് ആക്കാനോ ഇല്ല, ഒരു പെർഫോമൻസ് ബേസിൽ രീതിയിൽ കൊടുക്കേണ്ടതായിരിക്കും. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഡയമണ്ട് ആണ്. അതിന് ഏത് എക്സ്റ്റെൻഡിലോട്ടാണ് ബിഗ് ബോസ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അത് ശ്വേത ചേച്ചി ആകുമ്പോൾ വളരെ ന്യൂക്ക് ആൻഡ് കോർണർ നോക്കിയിട്ട് A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു ടീമിനോ ഇപ്പം ടീമായിരിക്കും, ഇത്രയും ടീമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു ടീമിനായിരിക്കും, ചിലപ്പോൾ ഒരാൾക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മല്ലയുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ശ്വേത ചേച്ചിയും സാവുച്ചനും കൂടി ആകുമ്പോൾ മുഴുവനായി. അപ്പോൾ ഡയമണ്ടിൻ്റെ ബാക്കി വശങ്ങൾ എന്താണ്, ഒരു വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം ശ്വേത ചേച്ചി ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ മാതിരി ആറ്റിറ്റ്യൂഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ചൊറിച്ചിലിന് സാബു ചേട്ടനും കൂടെ ഉള്ളപ്പോൾ അവിടെ ഒരു വണ്ടർഫുൾ അവസ്ഥ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.